ഇന്നത്തെ വീഡിയോയിൽ 60,000 രൂപ വണ്ടിയുണ്ട്, 1,70,000 രൂപ വണ്ടിയുണ്ട്, 1.5 ലക്ഷം രൂപയുടെ വണ്ടിയുണ്ട്. 19 മോളിൽ 45 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45 കിലോമീറ്റർ ആണ്. ഇഷ്ടമുള്ള വണ്ടിയാണ്, നമ്മൾ വെറുതെ പറയുന്നതല്ല. ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ. അതായത് വെള്ളം കയറിയ വണ്ടി ഉണ്ടാവില്ല, മേജറായിട്ട് ഇടിച്ച വണ്ടി ഉണ്ടാവില്ല, കിലോമീറ്റർ ടാമ്പറിംഗ് ഒന്നും ഉണ്ടാവില്ല. അതായത് കിലോമീറ്റർ മറിച്ച വണ്ടികളൊന്നും ഉണ്ടാവില്ല. കിടക്ക മൈലേജ് ആണല്ലോ ഇതിന്. നല്ല മൈലേജ് ഉണ്ടാവും. 20+ മൈലേജ് എന്തായാലും കൺഫേം ആണ് വണ്ടി. കമ്പനി സർവീസ് ആയിരിക്കും, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടാവില്ല. ഷോറൂമിൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയായിരിക്കും. വണ്ടിയുടെ മാർക്കറ്റ് റേറ്റിനെക്കാളും താഴ്ന്ന വിലയിലാണ് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത്. ഇത് ഫുള്ള് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. SV CVT എന്ന് പറഞ്ഞ വേരിയന്റ് തന്നെ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് CVT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. നിങ്ങൾ എനിക്ക് എന്തിനാ കണ്ണാടി വെച്ചത്? ഇത്രയും ഭാഗത്ത് വൃത്തിയായിട്ട് മാറി കിട്ടാൻ വേണ്ടിയാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഇത് JTP എന്ന് പറഞ്ഞ വേരിയന്റ് ലിമിറ്റഡ്. അതെ, ലിമിറ്റഡിനകത്ത് വരുന്ന വേരിയന്റ് ആണ്. ലിമിറ്റഡിൽ വരുന്നതാണ്. ടർബോയും കൂടിയാണിത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് ഫെയർ വീൽസ് എന്ന് പറയുന്ന യൂസ് കാർ ഷോറൂമിലാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കണ്ടെയ്നർ റോഡിൽ. നമ്മുടെ ഡെക്കാത്തലോണിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. അതിന് മുമ്പ് നമ്മുടെ സനൂപാണ് ഇന്ന് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പോകുന്നത്. കുറച്ചാളായിട്ട് പുള്ളി ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പിടിച്ചിട്ടുണ്ട്. കണ്ണാടി തരാന്ന് പറഞ്ഞാൽ ഇന്ന് കൂടെ കാണൂലല്ലോ. അപ്പോൾ 2 ഷോറൂം ഉണ്ട് ഫെയർ വീൽസിന്. പുതിയ ഷോറൂം ഇന്നാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്, കുറച്ചാളായിട്ടുള്ളൂ. അത് ആലുവയിലാണ് വരുന്നത്. ആലുവയിൽ മാതാ തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് അല്ലേ? അപ്പൊ ഈ ഷോറൂം എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. കുറെ വണ്ടികൾ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ. യെസ്, നമ്മൾ ഇവിടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള, എല്ലായിടത്തും ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ്. പക്ഷെ അവിടെ പ്രീമിയം കാറ്റഗറിയിലുള്ള വാഹനങ്ങളൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം, കയറി നോക്കിക്കോളുക. ഇന്നത്തെ വീഡിയോയിൽ 60,000 രൂപ വണ്ടിയുണ്ട്, 1,70,000 രൂപ വണ്ടിയുണ്ട്, 1.5 ലക്ഷം രൂപയുടെ വണ്ടിയുണ്ട്. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളുള്ള ഒരു വീഡിയോ ആണ്. ഷോറൂം സർവീസ് വണ്ടിയായിരിക്കും. യെസ്, ഷോറൂം സർവീസ് വണ്ടിയായിരിക്കും. തുടങ്ങാമല്ലോ നമുക്ക്. യെസ്, നമുക്ക് ആ അറ്റത്തുനിന്ന് തുടങ്ങാം. ഒരു വോൾക്സ്വാഗന്റെ പോളോ ആണ് കിടക്കുന്നത്. ഏതാ മോഡല്? ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കംഫർട്ട് ലൈൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇത് കപ്പ് എഡീഷനും കൂടിയാണ്. കപ്പ് എഡീഷൻ. അതെ, അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. 45,000 കിലോമീറ്റർ ഓടിയേക്കണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 5,80,000 രൂപയാണ്. 5,80,000. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് ഷോറൂം സർവീസ് ആയിരിക്കും. 19 മോളിൽ 45 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇഷ്ടമുള്ള വണ്ടിയാണ്, നമ്മൾ വെറുതെ പറയുന്നതല്ല. അലോയ്സ് എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. അപ്പോ ഫിനാൻസ് കയറുമല്ലോ അതിന്? ആ വണ്ടി ഫിനാൻസ് കയറും. എത്ര വരെ കയറും മാക്സിമം? ഒരു 5 രൂപയൊക്കെ ലോൺ കയറാവുന്ന വണ്ടിയാണ്. 80,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ സുഖമായിട്ട് ഇറക്കാം. അടുത്ത വണ്ടി ഫിഗോ അല്ലേ? അതെ, ഫിഗോ ടൈറ്റാനിയം. ഇത് 2017 മോഡലാണ്. ഫിഗോ ടൈറ്റാനിയം ആണ്. പെട്രോൾ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയേക്കാണ്. 80,000. 3,90,000 നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത്. എത്ര കയറും ഫിനാൻസ്? ഇതൊക്കെ ഒരു 3,10, 3,20 നമുക്ക് ഫിനാൻസ് പാസ് ആവുന്നതാണ്. കയറും അല്ലേ? ഒരു 40-50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ഇറക്കാൻ പറ്റും. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. നമ്മുടെ പോളോ പെട്രോൾ അല്ലേ? അതെ, പെട്രോൾ ആണ്. അത് പെട്രോൾ വണ്ടിയായിരുന്നു. ഇതും പെട്രോൾ വണ്ടിയാണ്. ഇതിനും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ. അതായത് വെള്ളം കയറിയ വണ്ടി ഉണ്ടാവില്ല, മേജറായിട്ട് ഇടിച്ച വണ്ടി ഉണ്ടാവില്ല, കിലോമീറ്റർ ടാമ്പറിംഗ് ഒന്നും ഉണ്ടാവില്ല. അതായത് കിലോമീറ്റർ മറിച്ച വണ്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉറപ്പുകളൊക്കെ നമ്മൾ തരുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നത്. അതൊന്ന് ഒച്ച ഉറക്കാവോ? അപ്പോൾ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുള്ളൂ. ഇത് സോൾഡ് ബുക്ക്ഡ് ആണല്ലോ. വണ്ടി അഡ്വാൻസ് ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ. വണ്ടി അടുത്ത് തന്നെ വണ്ടി കൊണ്ടുപോകും, വണ്ടി പോകും. അതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അടുത്തതൊരു അമേസ്. ക്യാമറ എങ്ങടെ പോണേ? എടാ, ഇത് 2013 മോഡല. ഇതേതാ മോഡല്? ഇത് 2013 മോഡലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ EX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1,40 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെഹിക്കിളാണ്. അപ്പോൾ നമ്മുടെ വില എത്ര? നമ്മളെ വില ചോദിക്കുന്നത് 3,50,000 നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത്. 3.5 ലക്ഷം രൂപയ്ക്ക് ഡീസൽ അമേസ് കൊടുക്കാനിട്ടിരിക്കുകയാണ്. കിടക്ക മൈലേജ് ആണല്ലോ ഇതിന്. നല്ല മൈലേജ് ഉണ്ടാവും. 20+ മൈലേജ് എന്തായാലും കൺഫേം ആണ് വണ്ടിക്ക്. ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. 3.5 എത്ര ഫിനാൻസ് കയറും? നമുക്കൊരു 3 രൂപയൊക്കെ ഫിനാൻസ് കയറാം. 50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത നിസാൻ മൈക്ര. ഏതാ മോഡല്? ഇത് 2016 മോഡലാണ്. XV CVT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. CVT ആണ്. ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്.
50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ പ്രൈസ് ചോദിക്കുന്നത് 4,60,000 പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, കമ്പനി സർവീസ് ആയിരിക്കും, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടാവില്ല. ഷോറൂമിൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയായിരിക്കും. ധൈര്യമായിട്ട് എടുക്കാം. 460 എത്ര കയറും? ഇത് 4 ലക്ഷം വരെ ലോൺ കയറാവുന്നതാണ് വണ്ടി. 4 ലക്ഷം വരെ ലോൺ കയറാവുന്നതാണ്. പ്രൊഫൈലേക്ക് കുറച്ചുകൂടി ഫിനാൻസ് പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. 750 ഒക്കെ സിബിൽ സ്കോർ ഉണ്ടാവണം അല്ലേ? അതെ. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഫിനാൻസ് കയറുള്ളൂ. അപ്പൊ അടുത്ത വണ്ടി ഹുണ്ടായുടെ i20. ഇത് 2017 മോഡലാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിനകത്ത് 80,000 കിലോമീറ്റർ ഓടിയേക്കണ ഡീസൽ മാനുവൽ ആണ് വണ്ടി. ഓക്കെ. ഇതേപോലെ തന്നെ ഫുള്ള് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജും കൂടി ഉള്ള വണ്ടിയാണ്. 1.5 എന്ന് പറഞ്ഞ ഇതാണ്. 1.5 ആണ് വരുന്നത്. അത്യാവശ്യം പവർ ഉണ്ടാവും. നല്ല മൈലേജും ഉണ്ടാവും. പിന്നെ ടയർ കണ്ടീഷൻ നമ്മൾ എടുത്തു പറയാത്തത് തേഞ്ഞ ടയറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 80% ഉള്ള ടയറുകളായിരിക്കും കൂടുതലും ഉണ്ടാവുന്നത്. ഫെയർവീൽസിന്റെ വീഡിയോസിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ പുതിയ വണ്ടി എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ. എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് മറ്റേ റെഡ് സാധനമൊക്കെ വിരിച്ച് ഗ്രാൻഡ് ആയിട്ടായിരിക്കും നമ്മൾ വണ്ടി ഇവിടെ ഡെലിവറി നമ്മൾ ഇവിടെ അല്ല ചെയ്യുന്നത്. ആലുവയിൽ നമുക്ക് പുതിയ ഷോറൂം ഉണ്ട്, അവിടെയാണ് കൂടുതലും ഡെലിവറി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ വില നമ്മൾ പറഞ്ഞോ, ഇതിൽ 580 പ്രൈസ് മാസ്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രൈസിനകത്ത് വേരിയേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാം. പ്രൈസ് ഇതെല്ലാം പറയുന്ന വിലയാണ്. അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ചു നോക്കി ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് വണ്ടി വന്ന് കണ്ടു നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് നമുക്ക് ഇത് ഫുള്ള് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. കമ്പനി സർവീസ് ആയിരിക്കും. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത് മസ്റ്റ് ആയിരിക്കും. റീപ്ലേസ്മെന്റ് അതേപോലെ ഫ്ലഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉറപ്പ് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫിനാൻസ് മാക്സിമം കയറുമല്ലോ? പിന്നെ 580 അല്ലേ പറഞ്ഞത്? 580 നമുക്ക് ഒരു 520 വരെയൊക്കെ ഫിനാൻസ് കയറാവുന്ന വണ്ടിയാണ്. ഇത് റെനോൾട്ടിന്റെ സ്കാലർ അല്ലേ? ഇത് 2013 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിനകത്ത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. CVT ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് CVT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. എത്ര ഓടിയുണ്ട്? ഇത് 90,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് 2,70,000 പ്രൈസ് ആസ്ക് ചെയ്യുന്നത്. 2.25 ലക്ഷം രൂപയ്ക്കാണ് ഈ വലിയ സെഡാൻ ഇട്ടിരിക്കുന്നത്. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും വണ്ടി റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? നീറ്റ് വണ്ടിയാണ് കിടക്കുന്നതെല്ലാം തന്നെ. അപ്പോ ഇതിന്റെ വില എത്ര പറഞ്ഞ? 270. ഫിനാൻസ് കയറോ? ഇതിന് ഫിനാൻസ് ഫുൾ ലോൺ കയറൂല, എന്നാലും ഒരു 1.5 രൂപ വരെ എന്തായാലും ലോൺ കയറാവുന്ന വണ്ടിയാണ്. ഇത് നിർത്തിയ മോഡൽ ആയതുകൊണ്ടാണ് സംശയം ഞാൻ ചോദിച്ചത്. എന്നാലും ഒരു 1.25 കയറാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. അടുത്തത് 500 W8 ആണ് വേരിയന്റ്. 2013 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. ഡീസൽ മാനുവൽ ആണ്. 30 ഓട്ടോ ഉണ്ട്. കമ്പനി സർവീസ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെഹിക്കിളാണ്. വില 570 പ്രൈസ് ആസ്ക് ചെയ്യുന്നത്. 5,70,000. അതിലെത്ര കയറും ഫിനാൻസ്? ഒരു 4 രൂപ റേഞ്ച് വരെയൊക്കെ എന്തായാലും 4 വരെ കയറും അല്ലേ? പിന്നെ ഓരോരുത്തരുടെ പ്രൊഫൈലും കൂടി അനുസരിച്ചായിരിക്കും നമുക്കത് പറയാൻ പറ്റും. സാധാരണ കമന്റ് പറയാറുണ്ട്, എന്തിനാ ഡൗൺ പേയ്മെന്റ് പറയുന്നതെന്നൊക്കെ. അത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എല്ലാവർക്കും റെഡി ക്യാഷിന് വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ എത്ര ഡൗൺ പേയ്മെന്റ് ഏകദേശം വരുമെന്ന് പറയുന്നതേ ഉള്ളൂ. അതൊന്നും ഫിക്സഡ് ആയിരിക്കില്ല എന്നുള്ളത് എടുത്ത് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞില്ലേ? ഇത് 2013 മോഡൽ ഡിസയർ ആണ്. VDI ആണ് വേരിയന്റ് എന്നത്. സെക്കൻഡ് ഓണർഷിപ്പിനകത്ത് 1.50 ഓട്ടോ ഉണ്ട്. ഓക്കെ. നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് 3,10,000 പ്രൈസ് ആസ്ക് ചെയ്യുന്നത്. 3.10 അല്ലേ? 3.10 ആണ്. ഓക്കെ. 3.10. ഇതിന് ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഗ്ലാസിന് ക്രാക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു ക്രാക്ക് വിൻഷീൽഡിൽ വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് വേണമെങ്കിൽ പറഞ്ഞാൽ മാറ്റിക്കോ. നമ്മൾ അങ്ങനെ ഇട്ടേക്കെന്ന് പറഞ്ഞില്ല. കസ്റ്റമർ വന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. നിലവിലൊരു റീപ്ലേസ്മെന്റ് വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വന്ന് കണ്ട് മാറ്റി തരാമെന്നുണ്ടെങ്കിൽ അത് മാറ്റി തരുന്നതായിരിക്കും. ഫിനാൻസ് കയറുമല്ലോ? വണ്ടി ഫിനാൻസ് കയറും. എത്ര കയറും? നമുക്കൊരു 2.25 റേഞ്ച് വരെ ഫിനാൻസ് കയറുന്നതായിരിക്കും. 2013 ശേഷമുള്ള വണ്ടികൾക്കല്ലേ ഫിനാൻസ്? അതെ. 2013 ശേഷമുള്ള വണ്ടികൾക്ക് 3 വർഷമൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലെ? അടുത്ത് വരുന്നത് ഡസ്റ്റർ ആണ്. 2017 മോഡലാണ്. RXZ എന്ന് പറഞ്ഞ വേരിയന്റാണ്. 85 PS ആണ്. സിംഗിൾ ഓണർഷിപ്പിനകത്ത്. എത്ര ഓടിയുണ്ട്? 85,000 കിലോമീറ്റർ ഓടിയേക്കുന്നതാണ്. ഫുള്ള് ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെഹിക്കിളും കൂടിയാണ്. ഇത് ഡീസൽ ആണോ? ഡീസൽ മാനുവൽ ആണ്. അപ്പോ എത്ര വില? ഇത് 6,40,000 പ്രൈസ് നമ്മൾ ചോദിക്കുന്നത്. 6,40 പ്രൈസ് നമ്മൾ ചോദിക്കുന്നത്. ഫിനാൻസ് ഒക്കെ എന്തായാലും നമുക്ക് 6 ലക്ഷം വരെ ഫിനാൻസ് പാസ്സാവുന്ന ഒരു വണ്ടിയാണ്. അടുത്തതൊരു ഹോണ്ട സിറ്റി.
ഇത് ഓട്ടോമാറ്റിക് ആണോ? ഇത് ഓട്ടോമാറ്റിക് ആണ്. SV CVT എന്ന് പറഞ്ഞ വേരിയന്റ് തന്നെ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 2014 മോഡലാണ്. 2014 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 440 പ്രൈസ് ചോദിക്കുന്നത്. 440 എത്ര കയറും? നമുക്കൊരു 3.25 ലോൺ പാസ്സാവുന്നതാണ്. 3.25 വരെ കയറുന്നതാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഷോറൂം സർവീസ് വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇനി ഫിനാൻസിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞേ. നമുക്ക് ആധാർ, പാൻ കാർഡ്, 6 മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലാൻഡ് ടാക്സിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അതും കൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ ITR ഒക്കെ ഫയൽ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് റേറ്റിനകത്ത് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻകം ടാക്സിന്റെ ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെയാണ് വേണ്ടത്. അതൊക്കെ വെച്ച് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊസീജിയർ 3 ദിവസം നമുക്ക് അപ്രൂവൽ കിട്ടും. വണ്ടി അത് കൊണ്ടുപോകുന്നതാണ്. പേയ്മെന്റ് ചെയ്യാൻ നമുക്ക് ടൈം എടുക്കുമെങ്കിലും അത് നമുക്ക് വിഷയമില്ല. വണ്ടി അപ്പോൾ കൊടുക്കും. ഫണ്ട് സാങ്ഷൻ കുഴപ്പമില്ല, വണ്ടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക്? എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. വെള്ളം കയറിയതോ ഇടിച്ചതായിട്ടുള്ള വണ്ടിയൊന്നും എക്സ്ചേഞ്ച് ചെയ്യില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. 2019 മോഡല് ടിയാഗോയാണ്. അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇതില്. അത്യാവശ്യം അലോയ്സ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണോ? ഇത് JTP എന്ന് പറഞ്ഞ വേരിയന്റ് ലിമിറ്റഡ്. അതെ, ലിമിറ്റഡിനകത്ത് വരുന്ന വേരിയന്റ് ആണ്. ലിമിറ്റഡിൽ വരുന്നതാണല്ലോ. ടർബോയും കൂടിയാണ് ഇത്. 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിയേക്കുന്ന ടർബോ വരുന്നതാണ്. ഇതിന് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 5 ലക്ഷമാണ്. നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതൊക്കെ ആകുമ്പോ 4.5-4.25 ലോൺ പാസ്സാവുന്ന വണ്ടിയാണല്ലേ? ഓക്കെ. പെട്രോൾ മാനുവലാണ്. ഈ ബാക്കിൽ സ്പോയിലർ അഡീഷൻ ചെയ്താണ്. പിന്നെ ഡുവൽ ടോൺ കമ്പനി. ഇതിനകത്ത് ഇന്റീരിയറിനകത്ത് വരുമ്പോ ഇതിന്റെ ടോപ്പില് ബ്ലാക്ക് കളർ എല്ലാം ചെയ്ത് അതൊക്കെ ലിമിറ്റഡിനകത്ത് വരുന്നതാണ് അല്ലേ? ഓക്കെ. ഈ സീറ്റ് കവർ അതെല്ലാം ലിമിറ്റഡിനകത്ത് വരുന്നതാണ്. ഇതിന്റെ കിലോമീറ്റർ 50,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കും. 50,000 ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നീറ്റ് വണ്ടി. അടുത്തത് ഒരു പോളോയാണ്. ഈ പോളോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ പറയാട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2016 മോഡലാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിനകത്ത് പെട്രോൾ മാനുവലാണ്. 75,000 കിലോമീറ്റർ ഓടിയേക്കുന്നതാണ്. 75,000. ഓക്കെ, 75,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറിയ വണ്ടിയാണ്. വെള്ളം കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറി മുങ്ങിപ്പോയ വണ്ടിയല്ല, ഫ്ലോർ ലെവലിൽ വെള്ളം കയറിയ വണ്ടിയാണ്. വേറെ വണ്ടി അത് പറഞ്ഞിട്ട് കൊടുക്കുന്നത് നമുക്ക് ഒരിക്കലും കസ്റ്റമറിന്റെ അടുത്ത് പറയാൻ നമുക്ക് കൊടുക്കാറില്ല. നമ്മൾ എന്തുണ്ടെങ്കിലും അത് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പറയുകയാണ്, ഫ്ലോർ ലെവലിൽ വെള്ളം കയറിയിട്ടുള്ളൂ, വേറെ ഉള്ളിലൊന്നും ഡാമേജ് സംഭവിച്ചിട്ടില്ല. അതിനുശേഷം ആ വിലയാണ് ചോദിക്കുന്നതും. വണ്ടിയുടെ മാർക്കറ്റിന് റേറ്റിനെക്കാളും താഴ്ന്ന വിലയിലാണ് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത്. 3,30,000 നമ്മൾ വില ഇട്ടേക്കുന്നത്. 330 അല്ലേ? 330 ഇട്ടിരിക്കുന്നത്. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. ഫിനാൻസ് കയറായിക്കൊന്നുമില്ല. 3.5 വരെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണിത്. കൂടുതൽ കയറും. അപ്പോൾ കൂടുതൽ എമൗണ്ട് കയറാൻ സാധ്യതയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് കുറഞ്ഞ വിലയ്ക്ക് പോളോ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെക്കാനിക്കൽ സൈഡ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓടിച്ചു നോക്കുമ്പോൾ ഒന്നും കുഴപ്പങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല കേട്ടോ. ഈ പ്രോപ്പറായിട്ട് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നമ്മൾ വീഡിയോ ചെയ്യാൻ നേരത്ത് കമന്റ് വരാറുണ്ട്, ഈ വെള്ളം കയറിയ വണ്ടിയൊക്കെ എവിടെ പോയി 2018 വെള്ളം കയറിയ വണ്ടികളെല്ലാവരും കൊടുത്ത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അത് പണിഞ്ഞ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ വെള്ളം കയറിയ വണ്ടി വിൽക്കുന്ന ഷോറൂമുകൾ ഉണ്ടാവും. ഇവിടെ അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഷോറൂമുകൾ നമ്മൾ വീഡിയോ ചെയ്യാറുമില്ല. അപ്പോൾ ഇനി ഒരു ബീറ്റ് കിടപ്പുണ്ടല്ലോ, ഇത് കുറഞ്ഞ വിലയുടെ വണ്ടി ഒരു വണ്ടിയാണ്. ഇത് 2016 മോഡലാണ്. പെട്രോൾ മാനുവലാണ്. 90,000 കിലോമീറ്റർ ഓടിയേക്കണം. നമ്മ റേറ്റ് ചോദിക്കുന്നത് 1,15,000 ആണ്. 1,15,000 രൂപയ്ക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്ന വില. നമ്മൾ ആദ്യം ഇതിനെ കുറച്ചുകൂടി കൂട്ടിയായിരുന്നു പ്രൈസ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് റേറ്റ് 1,15,000 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓടിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ അല്ലേ? ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. നീറ്റ് വണ്ടിയാണ് കേട്ടോ. അടുത്തത് വീണ്ടും ഒരു കുഞ്ഞു വണ്ടിയാണ്, ഡാറ്റ്സൺ റെഡിഗോ. ഏതാ മോഡല്? ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയിൽ 70,000 കിലോമീറ്റർ ആക്കി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവലാണ്. നമ്മൾ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് 1,70,000 പ്രൈസ് മാസ്ക് ചെയ്യുന്നത്. 1,70,000 അല്ലേ? 1,70,000. ഇതിന് ഫിനാൻസ് കയറും? ഇതിനൊക്കെ ഫിനാൻസ് കയറും അല്ലേ? ഓക്കെ. നിർത്തിയ ബ്രാൻഡ് ആണെങ്കിലും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ ഫിനാൻസ് എന്തായാലും വണ്ടിക്ക് കയറും, ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ ചെറിയ വണ്ടി നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന. ഇത് മാനുവൽ വണ്ടിയാണ്, മാനുവലും കൂടിയാണ്, പെട്രോൾ മാനുവൽ. അടുത്തതാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ വില, ഇന്നത്തെ വീഡിയോ ഏറ്റവും കുറഞ്ഞ വിലയുടെ വണ്ടി. ഇത് ഓടിച്ച് പഠിക്കാനൊക്കെ ഉള്ളവർക്ക് പറ്റിയ വണ്ടിയാണ്. ഏതായത് മോഡൽ? ഇത് 2004 മോഡലാണ്. 4 മോഡല്. സാൻഡ്രോ സിംഗ് ആണ്. നമുക്ക് 3ാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. 2029 പേപ്പറും കൂടെ ഉള്ള വണ്ടിയാണ്. 29 ഇൻഷുറൻസ് ആണ്.
നമുക്ക് 5 വർഷത്തേക്കും കൂടി ടാക്സ് കാണാനെല്ലാം അടച്ചിട്ടേക്കുന്നതാണ്. ഓക്കെ. നമ്മൾ പ്രൈസ് 70 ചോദിക്കുന്നത്, നമുക്ക് ലാസ്റ്റ് 60 ഫൈനൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു 60,000 രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കാനായിട്ടിരിക്കുന്നത്. അപ്പോ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഇന്റീരിയർ സൈഡ് ആണെങ്കിലും എല്ലാം ഓക്കെ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത വണ്ടികളൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് ആലുവയിലും വേറെ ഷോറൂം ഉണ്ട്. അവിടെ അത്യാവശ്യം നമുക്കൊരു 20 മേളിലേക്കുള്ള വണ്ടികളാണ് നമ്മുടെ അടുത്ത് കൂടുതലും ഉള്ളത്. അപ്പോൾ വീഡിയോ പ്രീമിയം വണ്ടിയാണ് അവിടെ ഉള്ളത്. പ്രീമിയം വണ്ടികൾ, ലോ കിലോമീറ്റർ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇവിടെ കാണാത്ത വണ്ടികൾ അവിടെ ഉണ്ടാവും, അവിടെ ഇല്ലാത്ത വണ്ടികൾ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇവരെ നേരിട്ട് വിളിക്കാം, അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഓൾ കേരള ഡെലിവറി ഉണ്ടല്ലോ. ഡെലിവറി ഉണ്ട്. നമ്മളുടെ മെയിൻ ആയിട്ട് വണ്ടി ഫുള്ള് ഷോറൂം സർവീസ് ആയിരിക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കസ്റ്റമർ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുള്ളൂ. ഫുള്ള് ഷോറൂം സർവീസ് വണ്ടി ആയിരിക്കും. അപ്പൊ ഇത് തന്നെ ഫ്ലോർ ലെവലിൽ വെള്ളം കയറിയോണ്ടാണ് എടുത്തത്. ഫുൾ വെള്ളം കയറിയ വണ്ടികൾ എടുക്കാറില്ല. പിന്നെ ഓൾ കേരള ഡെലിവറി, ഓൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ ഫിനാൻസ് ഉണ്ട് അല്ലേ? എവിടെയാണെങ്കിലും ഫിനാൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വിൽക്കാനുണ്ടെങ്കിലും വരെ സമീപിക്കാം അല്ലേ? അതെ. നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കസ്റ്റമർക്ക് അവരെ അറിയാവുന്ന വെഹിക്കിൾ, മറ്റേ മെക്കാനിക്കലോ അല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ കൊണ്ട് വണ്ടി കാണിക്കണേ, അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതെ. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിക്കാം. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വരുന്ന വർക്ക്ഷോപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെക്ക് ചെയ്യാം അല്ലേ? അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ തൃപ്തി അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളിവിടെ ഇത് നല്ല വണ്ടിയാണെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഷോറൂമിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും, വണ്ടിയുടെ ക്വാളിറ്റിയും അറിയാൻ പറ്റും. അതാണ്, അത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നേരിട്ട് വന്ന് കാണുക, വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ട് വന്ന് കണ്ട് വണ്ടിയുടെ ക്വാളിറ്റി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത്. സനുവേ, ഓക്കെ അല്ലേ? അടുത്ത വീഡിയോയിൽ നീ തന്നെ നിന്നാൽ മതി. എന്തായാലും ഉണ്ടാവും. കണ്ണാടി തരാം. പിന്നല്ല, ഈ കണ്ണാടി ഞാൻ ചോദിച്ചാണ്, പക്ഷെ എനിക്ക് നിങ്ങൾ എനിക്ക് എന്തിനാ കണ്ണാടി വെച്ചത്? ഇത്രയും ഭാഗത്ത് വൃത്തിയായിട്ട് മാറി കിട്ടാൻ വേണ്ടിയാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ കണ്ണാടി ഉദ്ദേശിച്ചത്, പക്ഷെ അവൻ എനിക്ക് ഈ കണ്ണാടിയാണ് തന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ കണ്ടെയ്നർ റോഡിലായിട്ടാണ് വരുന്നത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ്, കോൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.